നോമ്പിൻ്റെ ഫർദുകളിൽ പ്രധാനമാണ് നിയ്യത്ത്. ഓരോ ദിവസത്തെ നോമ്പിനും നിയ്യത്ത് വെക്കണം. ഫതഹുൽ മുഈനിൽ കാണാം, അപ്പോൾ ഫർദുഹു നിയ്യത്തുൻ ലികുല്ലി യൗമിൻ, ഓരോ ദിവസത്തെ നോമ്പിനും പ്രത്യേകം നിയ്യത്ത് വെക്കണം. നിയ്യത്ത് എപ്പോഴായിരിക്കണം വെക്കേണ്ടത്? അത് രാത്രിയിൽ വെക്കണം എന്നതാണ് അതിൻ്റെ മസല. കാരണം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, മല്ല യുബയ്യത്തി നിയ്യത്ത ഫലാ സിയാമ ലഹു. ഒരാൾ നിയ്യത്ത് രാത്രി വെച്ചിട്ടില്ല എന്നവന് നോമ്പില്ല. അപ്പോൾ നിയ്യത്തിൻ്റെ കാര്യം കുറച്ച് കർശനാണ്. അതുകൊണ്ടാണ് നമ്മുടെ പള്ളികളിലൊക്കെ തറാവീഹിൻ്റെ ശേഷം പ്രത്യേക നിയ്യത്തൊക്കെ വെച്ച് അതൊരു കർമ്മമായി പ്രത്യേകം ഓർമ്മപ്പെടുത്തിക്കൊണ്ടുണ്ടാവും. വീട്ടിലെ പ്രായമുള്ള ഉമ്മമാരൊക്കെ ആ വിഷയത്തിൽ നല്ല ശ്രദ്ധ ഉള്ളതല്ല. മുന്നേക്കെ എല്ലാവരും നിയ്യത്ത് വെച്ചിട്ടില്ലേ എന്നവർ ചോദിച്ചുകൊണ്ടുണ്ടാവും. അപ്പോൾ നിയ്യത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നോമ്പ്, അതിൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായ കർമ്മമാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. അനസ് എന്നൊരു പറയുന്നുണ്ട്, കാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറഞ്ഞു, തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക. അത്താഴം എല്ലാവരും കഴിച്ചോളൂ, അത് വലിയ ബറക്കത്തുള്ള അമലാണ്. അത്താഴം കഴിക്കുന്നവരുടെ മേൽ മലായിക്കത്ത് പ്രത്യേകം ഗുണം ചെയ്യും, അവർക്ക് ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യും എന്നൊക്കെ ഹദീസിലുണ്ട്. മാത്രമല്ല മറ്റു പല മതക്കാർക്കും നോമ്പുണ്ട്. റസൂൽ പറഞ്ഞു, അവർ ഫസ്ലു മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബ്, നമ്മുടെയും മറ്റു മതസ്ഥരുടെയും നോമ്പിൻ്റെ ഇടയിലുള്ള ഒരു വ്യത്യാസം തന്നെ അഖിലത്തു സഹർ, അത്താഴം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത്താഴം കഴിക്കൽ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്, അമലാണ്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് എന്തൊക്കെയോ ഫുള്ളായി ഭക്ഷണം കഴിക്കാമെന്നൊന്നുമില്ല. അത് ഈത്തപ്പഴമായിരിക്കൽ പ്രത്യേകം സുന്നത്താണ്, ഗുണമാണ്. എന്തായാലും അത് ഒഴിവാക്കരുത്, പ്രധാനപ്പെട്ട സുന്നത്താണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഒരു മുറുക്ക് വെള്ളം കുടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഈത്തപ്പഴം തിന്നിട്ടാണെങ്കിലും നിങ്ങൾ അത്താഴം എന്നുള്ള അമൽ ചെയ്തിരിക്കണം. അത് ഒഴിവാക്കാൻ പാടില്ല. എനിക്ക് അത്താഴത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ അതല്ലാതെ തന്നെ നോമ്പ് വെൽക്കാനൊക്കെ ശക്തിയുള്ള ആളാണ് എന്നൊന്നും പറഞ്ഞ് ചെയ്യുന്ന പ്രവണതകളും നടപടികളൊന്നും യോജിച്ചതല്ല. അതൊന്നും മുഅ്മിനീങ്ങളെ ശൈലിയുമല്ല. നമ്മളത് കഴിക്കുകയാണ് വേണ്ടത്. എപ്പോഴാണ് അത്താഴത്തിൻ്റെ സമയം? ഫതഹുൽ മുഈനിൽ കാണാം, വയദ്ഖുലു വഖ്തുഹു ബിനിസ്ഫിൽ ലൈൽ, രാത്രി പകുതിയായി കഴിഞ്ഞാൽ അത്താഴത്തിൻ്റെ സമയമായി. പക്ഷേ അതിനെ കുറച്ച് പിന്തിക്കലാണ് സുന്നത്ത്. പിന്തിക്കുക എന്ന് പറഞ്ഞാൽ പിന്തിച്ച് സുബഹിനാണ് മുട്ടണ രൂപത്തിലാക്കാനും പാടില്ല. അതിലും കൂടി ബേജാറായി ഒത്തപ്പാടാണ് രൂപത്തിലാകരുത്. ഈ അത്താഴവുമായി ബന്ധപ്പെട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാർക്കും നഷ്ടപ്പെടരുത് എന്നൊക്കെ മനസ്സിലാക്കി പല ഉപദേശങ്ങളും നൽകി. ആ കൂട്ടത്തിൽ കാണാം, മദീന പള്ളിയിൽ 2 ബാങ്ക് കൊടുക്കും. ഒന്ന് നമ്മുടെ സാധാ സുബഹിൻ്റെ സമയത്ത്, സാധാ നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുന്ന സമയത്തുള്ള ബാങ്ക്. മറ്റൊന്ന് അതിന് നേരെ മുന്നേ കൊടുക്കും, തഹജ്ജുദിൻ്റെ ബാങ്ക് എന്നൊക്കെയാണ് നമ്മളതിന് പറയാം. ഇങ്ങനെ 2 ബാങ്കുണ്ട്, സുന്നത്താണത്. നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ ആ ബാങ്ക് എല്ലായിടത്തുമില്ല. പിന്നെ പൊന്നാനിയിൽ ആ ബാങ്കുണ്ട്, അടുത്ത കാലം വരെ ഉണ്ട്, ഇപ്പോഴും തുടരുന്നുണ്ട് എന്നാണ് നമ്മൾ അറിവ്. അപ്പോൾ ഈ 2 ബാങ്ക് അവിടെ കൊടുക്കും. ആദ്യത്തെ ബാങ്ക് മദീനയിൽ അന്ന് കൊടുത്തിരുന്നത് ബിലാൽ എന്നവരാണ്. സുബഹിക്കുള്ള സാധാ നമ്മുടെ നാട്ടിലൊക്കെ കൊടുക്കുന്ന രണ്ടാമത് കൊടുക്കുന്ന ബാങ്ക് ഉമ്മു മക്തൂം എന്നവരും ഇബ്നു ഉമ്മി മക്തൂം എന്നവരുമാണ് കൊടുത്തിരുന്നത്. അപ്പോൾ റമദാനൊക്കെ ആകുമ്പം ഈ ബാങ്ക് കൊടുക്കുമ്പോൾ സഹാബാക്കൾക്ക് പലർക്കും ബാങ്ക് കൊടുത്തില്ല, ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു, ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈൽ, ബിലാൽ ബാങ്ക് കൊടുക്കുമ്പോൾ ഫജ്ർ ആയിട്ടില്ല, ബിലാൽ നേരത്തെയാണ് ബാങ്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് ഫക്കുലു വഷ്റബു ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂം, അബ്ദുല്ലാഹ് ഇബ്നു ഉമ്മി മക്തൂം, അവർ ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമുണ്ട്. ഇബ്നു ഉമ്മി മക്തൂം ബാങ്ക് കൊടുത്താൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് റസൂൽ പറഞ്ഞു. അപ്പം അത്താഴമാർക്കും നഷ്ടപ്പെടരുതെന്ന് മനസ്സിലാക്കി ആദ്യത്തെ ബാങ്ക് കിട്ടാണ്ട് പലരും അത് നിർത്തിവെക്കണ ഒരു സമ്പ്രദായം അങ്ങനെ റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെടുന്ന സമയത്തിൽ സ്വഹാബത്തിന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്താഴത്തിനൊക്കെ പല ആളുകളെയും റസൂലുള്ള ക്ഷണിക്കും. അനസെന്നൊരു പറയുന്നുണ്ട്, റസൂൽ ഇടക്ക് പറയും, പള്ളിയിലാരോ ഉണ്ടോ നോക്കിയടാ, അത്താഴം കഴിക്കാതെ നിൽക്കണവരാരോ ഉണ്ടോ എന്ന് നോക്കിയെന്ന് പറയും. അനസെന്നൊരു പറയുന്നുണ്ട്, ഒരിക്കൽ അങ്ങനെ പറഞ്ഞു, ഉന്ദുർ ഹൽ തറാഫിൽ മസ്ജിദി അഹദ, പള്ളിയിലാരോ ഉണ്ടോ, അത്താഴം കഴിക്കാതെ നിൽക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചോ എന്ന് റസൂൽ അത്താഴത്തിന് പ്രത്യേകം ക്ഷണിക്കുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട അനസെന്നൊരു നോക്കുമ്പോൾ ഫൈദാന ബി സെയ്ദ് ബിൻ സാബിത്ത് എന്ന മഹാനായ സ്വഹാബി വര്യൻ അവർ പള്ളിയിലുണ്ട്. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേരും ഭക്ഷണമൊക്കെ കഴിച്ചു, അത്താഴം കഴിച്ചു. പിന്നെ ഞങ്ങൾ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങി. സംഭവം പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നുണ്ട്, ഒരിക്കൽ വെളിയങ്കോട് ജുമാഅത്ത് പള്ളിയിൽ ഇതേമായ ഒരു റമദാനിൽ അത്താഴത്തിൻ്റെ സമയത്ത് പള്ളിയിലെത്തി. ബഹുമാനപ്പെട്ട അന്നത്തെ കാദിയാർ, വെളിയങ്കോട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ഒരു സൂഫി വര്യനായ നല്ലൊരു ഉന്നതനായ പണ്ഡിതനായിരുന്നു. കുറേ ആളുകൾക്ക് അദ്ദേഹത്തെ പരിചയം ഉണ്ടാവും. ബഹുമാനപ്പെട്ടവർ ഇതുപോലെ അത്താഴത്തിന് വേണ്ടി അവർക്ക് ഭക്ഷണം എത്തിയപ്പം ഖാദർ മുസ്ലിയാർ അവിടുത്തെ ഖാദിമിനോട് പറഞ്ഞു, പള്ളിയിലാരുണ്ടോ നോക്കുന്നു. ഞങ്ങൾ 2-3 പേരുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ വിളിച്ചു, എല്ലാവരും ഇരുത്തി അത്താഴത്തിൻ്റെ ഭക്ഷണം തരികയാണ്. അന്ന് ഏറെ നമ്മൾ ശ്രദ്ധിപ്പിച്ചൊരു കാര്യം,
അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നിട്ട് ലാസ്റ്റ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ അവർ പറയണ നവൈത്തു തസഹൂർ, അത്താഴം കഴിക്കാന്നുള്ള സുന്നത്ത് അത് കരുതിയിട്ട് കഴിച്ചോളൂ എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുൻഗാമികൾ ആ അത്താഴം കഴിക്കുന്നതിലും അതിലുള്ള ആ സുന്നത്ത് എന്നുള്ളതിനെ ശ്രദ്ധിക്കുന്നതിലും അവരെ ഒക്കെ ഒരു പ്രത്യേക പരിഗണന വളരെ വലുതാണെന്നുള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സമയമൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ചിലപ്പം പള്ളിക്കലെ ബാങ്കും മറ്റൊക്കെ കണക്കാക്കി നിൽക്കും, അത് മതി. പക്ഷേ ചിലപ്പം എല്ലാവർക്കും പേക്കുമല്ലോ, അപ്പോൾ പിന്നെ എല്ലാം പാടും. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് എന്ത് വേണം, ശ്രദ്ധ വേണം. സമയമായോ അല്ലേ എന്നൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും ഉറപ്പ് വേണം. ഇന്നതിനുള്ള സൗകര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഒരിക്കൽ മദീന പള്ളിയിൽ കാണാൻ ഷെയ്ബാൻ എന്ന സ്വഹാബി, അവർ റമദാൻ മാസമാണ്, പക്ഷെ അത്താഴം കഴിക്കാൻ നേരത്ത് ബാങ്ക് കൊടുത്തുപോയി. അത്താഴം കഴിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ബഹുമാനപ്പെട്ടവർ പിന്നെ ജമാഅത്തിന് പള്ളിയിൽ വന്നു. അവർ പറയുന്നത് ദഖൽത്തുൽ മസ്ജിദ, ഞാൻ പള്ളിയിൽ ചെന്നു. അങ്ങനെ ചെന്നപ്പോൾ അള്ളാഹ് റസൂല് ഹുജ്റയിലുണ്ട്. മദീന പള്ളിയിൽ പോയ ആളുകൾക്കറിയാലോ, അന്നത്തെ പള്ളി ചെറുതാണ്. പള്ളിയിൽ വന്നാൽ തന്നെ റസൂലുള്ളാൻ്റെ വീട് എന്ന് പറഞ്ഞ ഒരു ചുമരല്ലേ ഉള്ളൂ. റസൂലുള്ള വീട്ടിലുണ്ട്. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ ഒരു ഒച്ചയൊക്കെ കേട്ടപ്പോൾ റസൂലുള്ള ആരാണ്, അബൂ യഹ്യ ഷെയ്ബാൻ എന്നവർ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതേ നബി ഞാനാണ്. അപ്പോൾ റസൂല പറഞ്ഞു ഹലുമൽ ഖദാ, വാ അത്താഴം കഴിക്കാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്വഹാബി ബാങ്ക് കേട്ട് അത്താഴം കഴിക്കാതെ വന്നതാണ്. ഇവിടെ വന്ന് നോക്കുമ്പോൾ റസൂല അത്താഴം കഴിക്കുകയാണ്. അപ്പോൾ മൂപ്പര് പറഞ്ഞു നോമ്പാണല്ലോ. അപ്പോൾ റസൂല പറഞ്ഞു ഞാനും നോമ്പുകാരനാണ്, ഞാനും നോമ്പ് വിൽക്കാൻ ഒരുങ്ങി തന്നെയാണ്. എന്നിട്ട് റസൂല പറഞ്ഞു ഇന്ന് മൊല്ലാക്കാക്ക് പയച്ചതാണ്. ഇന്ന് അയാൾ പിന്നെ അന്നത്തെ കാലത്ത് ഈ ടൈമൊന്നും നോക്കാൻ പോപ്പില്ലല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് പാകപ്പഴവ് പറ്റി ബാങ്ക് ടൈം വരുത്തി മാറിയിട്ടുണ്ട്, സമയമായിട്ടില്ല, അതുകൊണ്ട് വേഗം വാ നമുക്ക് കൂടെ കഴിക്കാമെന്ന് റസൂല പറഞ്ഞു. അപ്പോൾ നമ്മളത് ഉറപ്പുവരുത്തണം. അല്ലാതെ മൊല്ലാക്ക ബാങ്ക് കൊടുത്ത് പറഞ്ഞ് മാത്രം കാര്യമില്ല. അവനവനിക്ക് ധാരണ വേണം, റമദാനാണ്, സമയങ്ങളെക്കുറിച്ച് ധാരണ വേണം. 1-2 ചോദ്യങ്ങൾ അതിന് മറുപടി പറയാം. ഒന്ന്, നീയത്ത് വെച്ചതിന് ശേഷം പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റൂലേ? അതല്ലെങ്കിൽ നീയത്ത് വെച്ചതിന് ശേഷം പിന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ നടന്നാൽ അതുകൊണ്ട് ആ നീയത്ത് നിഷ്ഫലമാകുമോ എന്നതാണ് ചോദ്യം. നീയത്ത് വെച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ജിമാഅ് സംഭവിച്ചു, ഇതുകൊണ്ടൊന്നും നോമ്പിന് നീയത്ത് നിഷ്ഫലാകൂല. ഫത്ഹുൽ മുനിൽ കാണാം വലാ യുബ്തിലുഹ നഹു അഖിലിൻ വ ജിമാഉൻ ബഅദഹ വ ഖബ്ലൽ ഫജ്രി. നീയത്ത് വെച്ചതിന് ശേഷം ഭക്ഷണം കഴിച്ചു, അപ്പോൾ നമ്മൾ അതല്ലെങ്കിൽ ജിമാഅ് ഓരോ സംഭവിച്ചു, എന്നാലും ആ നീയത്തിനിക്ക് അതുകൊണ്ട് നാശങ്ങളില്ല, നോമ്പിനെ അത് ബാധിക്കുകയില്ല, നീയത്തിന് കുഴപ്പമില്ല എന്നുള്ളതാണ് അതിന് മറുപടി. മറ്റൊരു ചോദ്യം, ജനാബത്തുണ്ടായി റമദാൻ്റെ രാത്രിയിൽ, പക്ഷേ അറിയാതെ ഉറങ്ങിപ്പോയി. പിന്നെ ഉണർന്നു നോക്കുമ്പം സുബിഹി സമയമായിട്ടുണ്ട്. എന്നാൽ ആ ദിവസം അവന് നോമ്പിൽ തുടരാൻ പറ്റുമോ, അതോ അന്നത്തെ നോമ്പ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള. ജനാബത്തുണ്ടായാൽ എപ്പോഴും കൂടുതൽ വൈകാതെ കുളിച്ച് വൃത്തിയാക്കാണ് വേണ്ടത്. പ്രത്യേകിച്ച് റമദാനിലൊക്കെ രാത്രി തന്നെ കുളിച്ച് വൃത്തിയാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. ഇനി അത് നടന്നില്ല, ഉറക്കം മികച്ചിട്ടോ അല്ലെങ്കിൽ രാത്രി കുളിക്കാൻ വെള്ളം സൗകര്യപ്പെടാതെ വരിക, അങ്ങനെയൊക്കെ വരാലോ. ഇങ്ങനെന്തോ ആയി സുബിഹി സമയത്ത് റമദാൻ പകൽ ആകുമ്പം ജനാബത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും അത് നോമ്പിനെ ബാധിക്കില്ല, അവന് നോമ്പിൽ തന്നെ തുടരാം. ഒരിക്കൽ ഹദീസിൽ കാണാൻ ഇമാമിങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്, അബ്ദുല്ലാഹിബിൻ മിർദാസ് എന്ന് പറഞ്ഞ മഹാൻ്റെ സന്നിധിയിൽ ഒരാൾ വന്നു. അവർ സുബി നിസ്കരിച്ച് പള്ളി ഇരിക്കുകയാണ്. ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ ജനാബത്തുണ്ടായി, പക്ഷേ കുളിക്കാനൊക്കെ രാത്രി മറന്നുപോയി, ഇപ്പോൾ നേരം പുലർന്നു പോയി, എന്താകും എൻ്റെ നോമ്പിൻ്റെ അവസ്ഥ? അപ്പോൾ ആളുകളൊക്കെ ആണ്ട് പറഞ്ഞു എൻ്റെ നോമ്പ് പോയി, ജനാബത്തുകാരനായിട്ടല്ലേ പറ്റി വന്നത്, നോമ്പില്ല എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിൻ മിർദാസ് പറഞ്ഞു അബ്ദുല്ലാഹിബിൻ മസൂദ് മൂപ്പര് പ്രധാന സഹാബിയാണ്, വിഷയങ്ങളൊക്കെ കൂടുതൽ അറിയുന്ന ആളാണ്, അവരുടെ അടുത്ത് പോകാം. അങ്ങനെ ഈ ആൾ അങ്ങോട്ട് ചെന്ന് അവിടെ ചെന്ന് അബ്ദുല്ലാഹിബിൻ മസൂദ് എന്നവരോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഒക്കെ കേട്ടു. അപ്പോൾ പറഞ്ഞു കുൻത ജുനുബൻ, നീ ജനാബത്തുകാരനാണല്ലേ, എന്നാൽ ലാ യഹില്ലുലക സ്വല, നിസ്കാര രൂപത്ത് പറ്റൂല, വ ഹല്ലലക സിയാം, നോമ്പ് പറ്റും, ഫസും, അതുകൊണ്ട് നോമ്പിൽ തന്നെ തുടരുക, കുളിച്ച് വൃത്തിയാവുക. അപ്പോൾ ജനാബത്തുള്ള സ്ഥിതിയിൽ തന്നെ റമദാൻ്റെ പകലിലേക്ക് കടന്നാലും അത് നോമ്പിനെ ബാധിക്കുന്നില്ല. അതേ സമയത്ത് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധ ഉണ്ടായി ത്വഹാറത്തോടു കൂടി തന്നെ റമദാനിൻ്റെ പകലിലേക്ക് കടക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നതാണ് അതിൻ്റെ മറുപടി.